ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്ന് എല്ലാവരും ഒന്ന് ഇടാവോ? ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്ന് ഇട്ടേരെ. കാരണം 2-3 ദിവസം കൊണ്ട് ഇൻസ്റ്റ മൊത്തം കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇൻസ്റ്റ. നീ ഒന്ന് ഈ പറയുന്ന ന്യൂസിലോ കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. ഈ പറയുന്ന ന്യൂസിൽ കാണുവാണെങ്കിൽ എനിക്ക് അതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തന്നേക്കണേ. ഇൻസ്റ്റയിലാണെങ്കിൽ മൊത്തം ഷെയർ ചെയ്യുകയാണ് ആൾക്കാർ ഇതെല്ലാം. ഇതൊന്ന് ചെയ്യണേ. ഞാൻ ഇന്നലെ കല്യാണ സ്ഥലത്ത് പോകുമ്പോഴും ബ്രോ ഇതിനെക്കുറിച്ചൊന്ന് ചെയ്യണേ, നമ്മൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ കുറേ വായിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ട്, വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. നമ്മളൊരു സമയത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരുത്തൻ്റെ കൂടെ പോകുന്ന മാത്രമല്ല, രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് പോയിട്ട് വല്ലവൻ്റെയും എന്താ പറയണ്ട കൂടെ പോയി അങ്ങ് ടക്കിയാന്ന് പറയത്തില്ലേ, അങ്ങനെ കുറേ എണ്ണമുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, എത്ര ഉപദേശിച്ചാലും മനസ്സിലാകത്തില്ല. സ്വന്തം സുഖം നോക്കി പോവും, എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയൊക്കെ ചെയ്യും. ചെയ്ത് കൂട്ടിയിട്ട് അവസാനം വരുന്ന കരഞ്ഞുകൊണ്ട് നമ്മളോട് ഇതെല്ലാം വന്നിട്ട് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും? ഇതെല്ലാം അങ്ങ് സ്വീകരിക്കും. പോട്ടെ, തെറ്റിപ്പറ്റിപ്പോയി, കിടക്കുന്നു, പിന്നെ ഇതൊക്കെ തന്നെ പരിപാടി. കാരണം എന്താണെന്ന് പറയുക, നമ്മൾ ക്ഷമിക്കുന്നവരെന്നും ക്ഷമിച്ചുകൊണ്ടേയിരിക്കും, കൊടുക്കുന്നവനെന്നും കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇത് മൊത്തം കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാർ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട് വീഡിയോസിൽ. ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിലാണ്, പാവം പിടിച്ച ചേട്ടനാണ്, ആരെയും എന്താ പറയണ്ടേ, ഒന്നും പറയത്തുമില്ല. അങ്ങനൊരു ടൈപ്പ് ഒരു സാധനം. നേരെ വാ നേരെ പോ എന്നുള്ള രീതിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം വേദന കാണുമായിരിക്കും പുള്ളിക്ക്. സ്നേഹിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലെന്തോ ബുദ്ധിമുട്ടുകൾ കാരണമാണ് അവൾ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരുത്തനുമായിട്ട് സെറ്റായി. അത് ഈ പുള്ളി അറിഞ്ഞ് പോട്ടെ, പിന്നെ ഒരു കുഞ്ഞുമുണ്ട്. ആ കുഞ്ഞിന് വേണ്ടി അദ്ദേഹം ജീവിച്ച് അവൾ അവിടെ സുഖവും സോക്കേടൊക്കെ കഴിഞ്ഞിട്ട് അവൾ വന്നിട്ട് എൻ്റെ കോടതി കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് കൊച്ചിനെ അങ്ങ് വിട്ടു കൊടുക്കുകയും ചെയ്തു. മനം തോന്നുന്ന മനുഷ്യനാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പുള്ളിയുടെ മരണം സംഭവിക്കുന്നത്. ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈശ്വര, ആ മനുഷ്യനെ കണ്ട നമുക്ക് ദണ്ണം വരത്തില്ല ആ ഒരു വ്യക്തിനെ കാണുമ്പോൾ തന്നെ. പെട്ടെന്ന് നോക്കിയാലും പുള്ളിയുടെ ചിരി ആ മനസ്സിൽ നിന്ന് മാറത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, മനസ്സിൽ നിന്ന് നമുക്ക് മാറത്തില്ല. അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ കണ്ട് പുള്ളി ഇങ്ങനെ തിരിച്ചു അങ്ങോട്ട്. ഇപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിയെ കൊണ്ട് കിടത്തുന്നു. പിന്നെ അവിടെ ഒരാൾ വന്നിട്ട് ഏതാണ്ടൊക്കെ ഇടുന്ന ഒരു സംഭവമാണ്. മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ പറയുന്ന പോലെയല്ല, അനുഭവിക്കണം അത്. നമ്മൾ ജീവൻ പണയം വെച്ച് സ്നേഹിച്ച ആൾക്കാരാണെങ്കിൽ പോലും നമ്മളോട് ചെയ്യുന്ന ഓരോ ദ്രോഹങ്ങൾ. അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കുക. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 ഒക്കെ വരെ ശ്രമിച്ച ടീംസുകളൊക്കെ ഉണ്ട് സത്യം പറയാമല്ലോ. കാരണം എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ ചില തെറ്റുകളൊക്കെ കാണുമ്പോൾ ഇത് ശരിയല്ല, ഇത് അറിയിക്കേണ്ടവരെ അറിയിക്കും, വീട്ടിൽ അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ ഭീഷണിപ്പെടുത്തി നിർത്തുന്നൊക്കെ ഉണ്ട്. അത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല. ചില ആൾക്കാരൊക്കെ അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? അപ്പോൾ അവർ വിചാരിക്കും ടോക്സിക്കാണ്, അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്തവനെ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞ് പണി കിട്ടുമ്പോഴൊക്കെ മനസ്സിലാവും. പിന്നെ മൂലയ്ക്കിരുന്ന് കരയുമായിരിക്കും, ലാഭം മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പുള്ളിയുടെ വൈഫ്, ഞാനൊരു കാര്യം പറയാം. ഇപ്പം ലോകം മൊത്തം ഇവിടെ ഫോട്ടോസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊന്നും എനിക്കറിയാം. എടാ നീ ഇനി എന്താ പറയണ്ടേ? നീ ഇനി അവിടെ ശരീരത്തെ തൊടുവാണെങ്കിൽ നീ ശവത്തെ തൊടുന്നതിന് തുല്യമാടാ. നീ ശവത്തെ ഉപയോഗിക്കുന്നത് തുല്യമാണ്. ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ, നിനക്ക് ഗതി പിടിക്കത്തില്ലടാ മോനെ. ഉള്ള കാര്യം പറയാമല്ലോ, ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഗതി പിടിക്കത്തില്ല. ഞാൻ എൻ്റെ മനസ്സ് ഇതായിട്ട് സംസാരിക്കുകയാണ്. കാരണം ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് നല്ല രീതി അറിയാം. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാൻ ഇരിപ്പുണ്ട് പല കേസുകളിലൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, നല്ല റിലേഷൻ പോകുമ്പോൾ ഒരുത്തൻ കയറി വന്ന് കഴിയുമ്പോൾ ഫ്രണ്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ കൂടെ ഉള്ളവൻ എന്തെടുക്കും? എൻ്റെ ചേട്ടാ എൻ്റെ ഫ്രണ്ടാണ്, ഓക്കേടാ നീ എവിടെ ആണെങ്കിലും അപ്പോൾ ഒക്കോ, നല്ല ഫ്രണ്ടല്ലേ. പക്ഷെ അവനെന്താ അവൻ്റെ ഉദ്ദേശം? മുതലാക്കുക. അങ്ങനെയൊക്കെ മുതലാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. മുതലാക്കിയ ആൾക്കാരും കാവലിരുന്ന ആൾക്കാരും. എന്തിന്? ഇവിടുന്ന് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. വീട്ടിലോട്ട് പോകാനാന്ന് പോകുമ്പോൾ എവിടെയെങ്കിലും പോയി റൂമിൽ എടുക്കുകയും ചെയ്യും. അവസാനം തപ്പിപ്പിടിക്കുമ്പോഴോ ഇന്നെ അടുത്ത് നിൽക്കുമ്പോൾ ഷോക്കായി പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് കേസ് കെട്ടലുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വെളുപ്പിന് 4:30 വരെ ഇങ്ങനെ കാവലിരുന്ന റൂമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് വീഡിയോ ഒക്കെ ഉള്ള. അവൻ വരുന്നുണ്ടോ? അത്രയൊക്കെ ഗതികെട്ട അവരൊക്കെ വരെ ഉണ്ട് ഇവിടെ നാട്ടിൽ. എന്നിട്ട് ക്ഷമിച്ച ആൾക്കാരുണ്ട് കേട്ടാ. ഇപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇവനെന്തോ ഈ പറയുന്നതെന്ന്. ചില ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇവർക്കൊന്നും ഇപ്പം പഠിക്കത്തില്ല കേട്ടോ. ഇവളുമാരൊന്നും ഇപ്പം പഠിക്കത്തില്ല. ഒരു സമയമാകുമ്പോൾ ഇരുന്നങ്ങ് പഠിക്കും, ഇരുന്നങ്ങ് അനുഭവിക്കും. അല്ലെങ്കിൽ പോട്ടെ, ഈ
പാർട്ട്ണർ മോശപ്പെട്ടവനായിക്കോ, വല്ല ദ്രോഹിക്കുന്നവനോ ഇടിക്കുന്നവനോ തൊഴിക്കുന്നോ അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാനൊരു കാര്യം പറയാം, ചില ആൾക്കാരൊക്കെ ഈ റിലേഷൻഷിപ്പൊക്കെ ഉണ്ട്, ഭർത്താവ് ഉണ്ടായിട്ടും പോകുന്നവരൊക്കെ ഉണ്ട്. ചില നാറികളുടെ ദ്രോഹങ്ങൾ കാരണമാണ്, ചില നാറികളെ അങ്ങനെ ചില ആൾക്കാരുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പോൾ ചില വ്യക്തികളോട് ഇഷ്ടപ്പെട്ടു പോകാം. ഓക്കെ, ചില വ്യക്തിയോടുള്ള ഇതുകൊണ്ട്, ചില വ്യക്തിയോടുള്ള വെറുപ്പ് കൊണ്ട് ചില വ്യക്തികളോട് ഇഷ്ടപ്പെട്ടു പോകാം. ഞാനൊന്നും പറയുന്നില്ല. ചിലവരും എന്താ പറയണ്ടേ, ഒരിടത്ത് നിൽക്കത്തില്ല. ഇവിടെ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത അവന് കൊടുക്കും, അടുത്ത 3 അവർക്ക് സുഖം മാത്രം മതി, സുഖം അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ടപ്പം നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ, ഒരു മോശമില്ല. ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കല്യാണം കഴിച്ച ആ ഒരു വ്യക്തി ഒരു കുഞ്ഞുമായി കഴിയുമ്പം അയാളെ വേണ്ടാന്ന് വെക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്. എന്നിട്ട് പോട്ടെ, എന്നിട്ട് കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അവളോ പോയി. എടാ, കുഞ്ഞിന് വേണ്ടിയാണ് അയാൾ ഇത്രയും ജീവിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കാലത്ത് തന്തന്മാർ പിള്ളേരെ സ്നേഹിക്കുന്നത് എത്രമാത്രമാണ് ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിച്ച് കാണും. ആ കുഞ്ഞും കൂടെ നഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അയാളുടെ മനസ്സിൽ എന്തൊക്കെ വേദനകളുണ്ട്. അത് മാത്രമല്ല, ആൺ സുഹൃത്തോ ആരാണ്ടങ്ങാണ്ട് വൺ സൈഡ് ഒരു ഇതിട്ട് കൊടുത്തു, വീഡിയോസോ ഫോട്ടോസോ ഏതാണ്ടൊക്കെ. അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ പുള്ളിക്ക് കൂടുതൽ ഇത് വരാൻ തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കറക്റ്റായിട്ട് പോലീസ് ഈ കേസ് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. ഇത് അന്വേഷിക്കണം. പിന്നെ കോടതിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കോടതിക്ക് ഇവിടുത്തെ കേരളത്തിൽ കുറച്ച് തൊലിഞ്ഞ കുറേ നിയമമാണ്, ഇവിടുത്തെ തൊലിഞ്ഞ നിയമം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എടാ, ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ, ആ ചിരി കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ. അപ്പൊ ഞാനിതെന്താ കാര്യം അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കരുതിയത്. പുള്ളി ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ്. പുള്ളി ഒത്തിരി നാളത്തെ പ്രണയത്തിന് ശേഷം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയുണ്ടായി. അതിലൊരു ആൺകുട്ടിയുണ്ട്. ഒന്ന് ആലോചിച്ചേ. പിന്നെ വേറൊരു സംഭവം, എടാ, മരിച്ചു കഴിഞ്ഞ് ഇത് ശ്രദ്ധിക്കണം. പഞ്ചായത്ത് എന്തോ കുഞ്ഞിനെ കർമ്മത്തിന് വിട്ടുകൊടുക്കുന്നെങ്കിൽ പഞ്ചായത്തുകാരുടെ സമ്മതം വേണം. അവരാ സമ്മതം കൊണ്ട് ചെന്നപ്പോൾ പറ്റത്തില്ല, കോടതിയുടെ ഇത് വേണം. അവസാനം കോടതി പോയി 5-6 മണിക്കൂറും കഴിഞ്ഞതിന് ശേഷമാണ് വിട്ടുകൊടുത്തത്. ഒന്ന് ആലോചിക്ക്. എടാ, ഇത്രയും വൈരാഗ്യമൊക്കെ വെക്കാൻ മാത്രം എന്താടാ ചെയ്തേ? ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇനിയിപ്പം അവക്കുള്ളത് ഡിവോഴ്സ് ആകുമ്പോൾ അവക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കണം, അത് ഇത് മറ്റേത് വട്ടത്തി പോകും. ആണുങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ മക്കളെ ഇനിയുള്ള കാലത്താണെങ്കിൽ പോലും ചില ആൾക്കാരൊക്കെ ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത് മേടിക്കത്തില്ലെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും ചിലതൊക്കെ കിട്ടുമ്പോൾ മേടിച്ച് വെക്കുന്ന ടീംസ് ഉണ്ട്. മക്കളെ ഞാനൊരു കാര്യം പറയാം, ഒന്നും വേണ്ട. സത്യത്തിൽ പരമാവധി കെട്ടായിരുന്നാൽ അത്രയും നല്ലത്. ആലോചിക്കുമ്പോൾ പേടിയാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എൻ്റെ പഴയലോട്ട് അങ്ങ് പോയി ചിന്തിച്ച് പോയപ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് പോയി. സത്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചില ആൾക്കാർ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ, ഞാൻ എല്ലാവരും അല്ല പറഞ്ഞ, ചില ആൾക്കാർ വീട്ടിലെ അമ്മമാരെ വരെ പറ്റിക്കാറുണ്ട്. വീട്ടിലുള്ള അമ്മമാരെ പറ്റിച്ചിട്ട്, അമ്മ ഞാൻ ഇന്ന ദിവസം ഞാനിപ്പോൾ വീട്ടിലോട്ട് വരും അമ്മേ എന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുമ്പ് ഇറങ്ങും. 2-3 ദിവസം മുമ്പ് ഇറങ്ങിയിട്ട് കറങ്ങാൻ പോകും. കാരണം വീട്ടുകാരുടെ മുമ്പിൽ നല്ല പഠിക്കുന്ന കൊച്ച്, നല്ല ഉത്തരവാദിത്തമുള്ള കൊച്ച്, പക്ഷേ കൊച്ചോ ആ ഒരു വിശ്വാസപ്പുറത്തിലാണ്. ഇത് കാണുന്ന അമ്മമാരോടും കൂടെ എനിക്കൊരു കാര്യം പറയണം. മക്കൾ എവിടെയാണോ പഠിക്കുന്നത് എല്ലാ ആഴ്ചയും വിളിച്ച് തിരക്കണം. അവന്മാർ എന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നത്, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നത്, അതൊക്കെ ഒന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ പല കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പലവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പല പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, നാട്ടുകാരുടെ പ്രശ്നങ്ങളും എല്ലാവരെയും നമ്മൾ പരിഹരിക്കാനും ഉപദേശിക്കാനും എല്ലാവർക്കും പറ്റും. എനിക്കാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും എല്ലാവർക്കും പറ്റും. പക്ഷേ നമുക്കൊരു പ്രശ്നം വരുമ്പം നമുക്ക് പറ്റൂല. ഈ പറയുന്ന ഉപദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കൂല. അനുഭവം ഉണ്ടോണ്ട് പറഞ്ഞതാണ്. എനിക്കിത് കണ്ടപ്പം എന്തൊക്കെയോ ഓർത്തുപോയി. ഞാൻ അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതേണ്ടേ ഒരു വീട്ടമ്മ പറയുന്നതിൻ്റെ ഒരു വോയിസ് ഉണ്ട്, അത് വെച്ച് തരാം. അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും മറ്റേലോട്ട് പോവാം. അതായിരിക്കും ആദ്യം അവർ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ അയച്ചെന്ന വീഡിയോ ഇല്ലേ രാവിലെ, അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പം മറ്റെല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് പോലെ ഒരു വീഡിയോ ആയി പോവരുതത്. എല്ലാ കാര്യങ്ങളും പോലെ ഒരു നിസാര വീഡിയോ ആയി പോവരുതത്. ഞാനൊരു പെണ്ണാണ്, പക്ഷെ ഇയാളുടെ സ്ഥാനത്ത് ഇതൊരു പെണ്ണായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളടക്കമുള്ള സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും അതിനെ വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമാക്കിയാണ്. നമ്മുടെ നാട്ടിലെ ഊമ്പിയ നിയമം അങ്ങനെ തന്നെ പറയണം. കാരണം ശരിക്കും നീതി അർഹിക്കുന്നവർക്ക് നീതി കിട്ടുന്നില്ല, എങ്കിലോ കാശുള്ളവർക്ക് നീതിയുണ്ട്. എന്താ പറയണ്ടെന്നൊന്നും അറിയത്തില്ല. പലരും ഈ ഒരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ വേദന റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ അത് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ എന്തോ ഇങ്ങനൊരു അവസ്ഥയിൽ ഇത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. എല്ലാ വീഡിയോയും നിങ്ങൾ തെളിവ് സഹിതം അന്വേഷിച്ച് എല്ലാ രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് ഒരുപടി മുകളിലായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് എങ്ങനെയെങ്കിലും ഇത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അവരെ കൊണ്ട് ഇത് ചർച്ച ചെയ്യിപ്പിക്കുന്ന രീതിയിലൊരു വീഡിയോ ആയിരിക്കണം. കാരണം നാളെ
ഒരാൾക്ക് ഇങ്ങനെ വരരുത്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. പെണ്ണിനൊരു വഴി മുമ്പിലാണ് നീതിയും നിയമവും ഒക്കെ, പക്ഷെ അത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാനൊരു പെണ്ണ, എനിക്കത് മനസ്സിലാവും. ഇതേ അവസ്ഥയിൽ കുറെ ആണുങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നുണ്ട്. നമ്മുടെ നിയമമാണ് അയാൾക്ക് അയാളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം. അവള് ജോലി സംബന്ധമായി പോയി അവിടെ മറ്റൊരാളുമായി സെറ്റിലായി. അവളുടെ എന്തുവാ നീ പറയാൻ പറ്റത്തില്ല പല വാക്കുകളും. അപ്പോഴല്ല ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 8 വർഷം വളർത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ അവളുടെ മറ്റവനുമായി കൂട്ടി നാട്ടിൽ വന്ന് നിയമത്തിന്റെ പഴു കൂട്ടുപിടിച്ച് ആ കുഞ്ഞിനെ സ്വന്തമാക്കിയപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ടത് ജീവനും ജീവിതവും കുഞ്ഞുമെല്ലാം. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഒരാണും, ഇപ്പൊ നിങ്ങളും ഒരാണാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഇതുപോലൊരു അവസ്ഥ ഇനി ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നടങ്കം ശബ്ദമുയർത്തണം. നമ്മുടെ നിയമത്തിന് നേരെ വിരൽ ചൂണ്ടണം. നമ്മുടെ നിയമം ശരിയല്ലാത്തത് കൊണ്ടാണ് പല പാവങ്ങളും ശിക്ഷിക്കപ്പെടുന്നതും പല കൊലപാതകളും രക്ഷപ്പെടുന്നതും. അവരയച്ച ആ വോയിസ് ആണ് സാധാരണപ്പെട്ട ആൾക്കാർക്ക് പറയാനുള്ളത്. അവരയച്ചത് ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, ഒരു വല്ലാത്ത ഒരവസ്ഥ. ആ കുഞ്ഞിൻ്റെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ. അവനിനി എങ്ങനെ അവിടെ പിടിച്ച് നിൽക്കുമെന്നാണ് ഞാൻ ആലോചിച്ച് പോയത്. ആ കുഞ്ഞ് നമ്മുടെ നിയമമാണ് അയാൾക്ക് അയാളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം. സത്യം നിയമമാണ്. ഓക്കെ, ഇത് ഇവിടെ കൊണ്ട് തീർക്കരുത് ഈ ഒരു വിഷയം. ഇത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. പല കേസുകെട്ടുകളായിട്ട് നമ്മളും പോയതാണ്. നോക്കട്ടെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ തപ്പിയെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ വരാനുണ്ട്. അതും കൂടെ ഞാൻ വെച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കുഞ്ഞിനെ നിയമസഹായം തേടി പുള്ളിക്കാരി തിരിച്ച് ഗൾഫിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ 2 വേദനകളാണ് പുള്ളിക്ക് കിട്ടിയത്. ഒന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ച തന്റെ ഭാര്യ തന്നെ ചതിച്ചു ഇട്ടിട്ട് പോയി. ഓരോ തന്നെ പുള്ളിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതായത് പുള്ളിക്കാരന്റെ മകനെ 8 വർഷം തന്നോടൊപ്പം ചേർത്ത് വളർത്തിയ മകനെ നിയമത്തിന്റെ സഹായത്തോടു കൂടി തന്റെ ഭാര്യ എന്നേക്കുമായിട്ട് കൊണ്ടുപോയി. അത് കൊണ്ടുപോയതോ തന്നെ ചതിച്ച ഒരാളാണ് തന്റെ ഭാര്യ. കൂടെ തനിക്ക് ആരെന്ന് പോലും അറിഞ്ഞൂടാത്ത ഒരാളാണ് ഇനി തന്റെ കുഞ്ഞിനെ വളർത്താൻ പോകുന്നത്. മനസ്സിലായില്ല. അപ്പൊ നിയമത്തിന്റെ സപ്പോർട്ട് കൂടി പോയപ്പോൾ പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥ എത്തിയപ്പോൾ പുള്ളി സ്വന്തമായിട്ട് തന്നെ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. എനിക്ക് കേട്ടിട്ട് എന്തോ പോലെ ഒരുപാട് കഥകളുണ്ട് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പെയിൻ അനുഭവിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവളുമാരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഇതിനൊക്കെ അനുഭവിക്കാതെ എവിടെ നിന്നും പോകത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, അങ്ങനെയാണ്. അനുഭവിക്കാതെ എവിടെയും പോകത്തില്ല. ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. ബൈ, ലവ് യു ഓൾ ഗൈസ്.